അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നാഗ്പൂരിൽ നടന്ന സംഭവം, അങ്ങനെ ഒരു ഉപവസിച്ചിരിക്കുന്ന, ഇങ്ങനെ നോമ്പ് പിടിച്ചിരിക്കുന്ന പാവം മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുകയായിരുന്നു അവിടുത്തെ മഹാരാഷ്ട്ര പോലീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് വെമ്പായ നസീറിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ തേജസ് പത്രം മാത്രം വായിച്ചിട്ട് വരരുത്. നിങ്ങൾ എല്ലാ പത്രങ്ങളും വായിക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റു പത്രത്തിലൊന്നുമില്ല, മറ്റു ചാനലുകളിലൊന്നും ചർച്ച ചെയ്യാത്തത് ജനം ചർച്ച ചെയ്യുന്നത് ജനത്തിന്റെ താല്പര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മനോരമയും മാതൃഭൂമിയും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ഈ നാഗപ്പൂർ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, സുഹൃത്തെ താങ്കൾ പത്രം എല്ലാ പത്രവും വായിക്കുകയാണെങ്കിൽ താങ്കൾ അത് വായിക്കണം. അതിനകത്ത് എന്താ എഴുതിയെന്നുള്ളത്. ഇനി 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. താങ്കളുടെ താല്പര്യം ഔറംഗസീബിനോടാണോ സംഭാജിയോടാണോ അല്ലെങ്കിൽ ശിവജിയോടാണ്? 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ആക്രമിച്ചു കയറി വന്ന, കാബൂളിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന മുഗള സാമ്രാജ്യത്തിന്റെ ഭാഗവാക്കായിട്ടുള്ള ആളുകളോടാണ് താങ്കൾക്ക് താല്പര്യം. ഇനി അത് മറ്റവരോട് താങ്കൾക്ക് താല്പര്യമില്ല, അവര് ഇന്ത്യനൈസ്ഡായി, അത് ഔറംഗസീബ് ഇവിടെയാണ് എന്നൊക്കെയാണ് താല്പര്യമെങ്കിൽ, നിങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ താല്പര്യം നിങ്ങൾ പറയുന്നത് അവിടെ മുസ്ലിമിനെതിരായിട്ടല്ല. മുസ്ലിങ്ങൾ, 10,000-കണക്കിന് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമാധാനം കാംക്ഷിക്കുന്നവരാണ്, സമാധാന കാംക്ഷികളാണ് മുസ്ലിങ്ങൾ. ആര് പറഞ്ഞു അല്ലാന്ന്? പക്ഷേ ഈ മുസ്ലിങ്ങൾ പാവപ്പെട്ട, നിങ്ങൾ പറയുന്ന ചെരുപ്പ് കുത്തികളായിട്ടുള്ള, നിങ്ങൾ പറയുന്ന ഒരു നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന, വാസ്തവത്തിൽ അതൊക്കെ തെറ്റാണ് ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച്. ഈവൻ ദോ അങ്ങനെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ, ആ പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളല്ലേ നശിപ്പിക്കുന്നത്? മതത്തിന്റെ അന്ധത കൊണ്ടുവന്ന് നിങ്ങളല്ലേ മതപരമായ ഒരു ഈ ലോകത്ത് മിസ്റ്റർ വെമ്പായ നസീർ, ഈ ലോകത്ത് പാകിസ്ഥാനിൽ പോലും ഇല്ലാത്ത, സൗദി അറേബ്യയിൽ പോലും, ലോകത്തെവിടെയും ഇല്ലാത്ത മതസ്വാതന്ത്ര്യമല്ലേ മതന്യൂനപക്ഷങ്ങൾ ഈ നാട്ടിൽ അനുഭവിക്കുന്നത്? നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതപരമായിട്ടുള്ള അസഹിഷ്ണുത വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗം ചെയ്യുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ആളുകൾ ആ കാര്യം ചെയ്യുന്നുണ്ടോ? റംസാൻ നോമ്പ് നോക്കുമ്പോ ആ റംസാൻ നോമ്പിന്റെ കൂടെ നോമ്പ് നോക്കാൻ തയ്യാറായ എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന എന്താ? റംസാന്റെ നോമ്പ് തുടങ്ങിയാൽ ഒരു ഹിന്ദുവും കടവ് വെക്കാൻ പാടില്ല, ഒരു സിനിമാ തിയേറ്ററും. ആരാണ് പറയുന്നത്? ആരെങ്കിലും പറഞ്ഞത് എന്റെ തലയിൽ വെക്കാൻ നോക്കല്ലേ? പറഞ്ഞ് അങ്ങനെ പോവല്ലോ. മനസ്സിലായില്ലേ? അല്ലല്ല, പറയുന്നോടെ പറയണം. ഞാൻ പറഞ്ഞ വിഷയത്തെ അധികാരത്തിൽ സാർ സംസാരിക്കണം. സമാധാനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും പറയണം. താങ്കൾ സംസാരിക്കുമ്പോൾ ആരും ഇടയ്ക്ക് കയറുന്നില്ലല്ലോ. ക്ഷമയോടെ ഒന്ന് അടങ്ങ് വരാ, സംസാരിക്കല്ലേ? നിങ്ങൾ കുറേ നേരം സംസാരിച്ചല്ലേ? ഞാനിപ്പോഴല്ലേ വന്നത്. മലപ്പുറത്ത് സിനിമാ തിയേറ്റർ കത്തിച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങൾ മറ്റേ ഇടതുപക്ഷ നിരീക്ഷകനല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ വെക്കാം, തയ്യാറാണോ? നമുക്ക് എല്ലാവർക്കും പോയിട്ട് മലപ്പുറത്ത് പോയിട്ട് എഴുത്തച്ഛന്റെ പ്രതിമ വെക്കാം, തയ്യാറാണോ? മറുപടി നവോത്ഥാന നായകന്മാരെ പ്രതിമ എത്ര സ്ഥലത്തില്ല? നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറ. നമ്മളെ എഴുത്താണിയല്ല വെക്കണ്ടേ? ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ചോദിക്കാം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ആ സിമ്പിൾ ആയ ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങൾ. ഇനിയിപ്പോ ഇവിടെ പെരിന്തൽമണ്ണയില് മറ്റേ ഗാസക്ക് വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥന. എനിക്ക് ഗാസക്ക് വേണ്ടിയല്ലപ്പാ, നിങ്ങൾ പറഞ്ഞല്ലോ ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിങ്ങൾ വെട്ടിക്കൊല്ലുന്ന സിറിയയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സിറിയയില് വ്യാപകമായിട്ടുള്ള കശാപ്പ് നടക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തെ, ഈ ഇന്ത്യയിലെ ചില തീവ്രവാദി വിഭാഗങ്ങൾ അനുകൂലിക്കുന്ന ലോകത്തെ അൽ ഖ്വയ്ദയുടെ ആളുകൾ, നിരപരാധികളായ ആളുകളെ കൊണ്ട് നിർത്തി വെട്ടിക്കൊല്ല് തല വെട്ടി അങ്ങോട്ട് മാറ്റുമ്പോ എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? ഇസ്രയേലിലെ മറ്റേ ഹമാസിന്റെ വെടിയുണ്ട ഏറ്റിട്ട് ഈ മറ്റേ നമ്മുടെ കോതമംഗലത്തോ ഇവിടെ ഈ ഇടുക്കിക്കടുത്ത് ഒരു പാവം പെൺകുട്ടി ജിഷ, അവള് വധിക്കപ്പെട്ടപ്പോ അവളുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ ഇടതുപക്ഷ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇടതുപക്ഷ സ്വതന്ത്രനായി നിൽക്കുന്ന നിങ്ങളോട് ചോദിക്കുന്ന എന്തേ പിണറായി വിജയൻ മാറ്റി എഴുതിയത്?
എന്റെ ഒരു മറ്റേ ഗവൺമെന്റ് തലത്തിൽ ഒരാൾ പോലും അങ്ങോട്ട് ചെന്ന് സാർ എന്താ സാറേ അനുശോചനം രേഖപ്പെടുത്തിയില്ലേ സാറേ? സാർ എന്താ പറയല്ലേ സാർ? രേഖപ്പെടുത്തിയില്ലേ? രണ്ടെണ്ണം അടിച്ചിട്ട് വരേണ്ടി വരുന്ന തോന്നുന്നുണ്ട്. നിങ്ങൾ എന്ത് വിവരക്കേടാ പറയണ സാർ? എഴുതി വെച്ച വാട്സാപ്പ് മാറ്റി മനസ്സിലായില്ലേ? സർക്കാർ ചെയ്യാനുള്ള എല്ലാ അനുശോചനവും മനസ്സിലായില്ലേ? നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യം പറയല്ലേ? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാനും അങ്ങയിലേക്ക് എത്താം. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷക ജാമിദ് ടീച്ചറിലേക്ക് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ മമ്മൂട്ടിയുടെ വിഷയത്തിൽ നിങ്ങളെന്താ മിണ്ടാത്തെ? മമ്മൂട്ടിയുടെ വിഷയത്തിൽ നിങ്ങളെന്താ മറുപടി പറയാത്തെ? ഞാൻ മമ്മൂട്ടിയുടെ കാര്യം ചോദിച്ചില്ല നിങ്ങളോട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹോദരങ്ങളായിട്ട് നിൽക്കണം. മനസ്സിലായി? ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹോദരങ്ങളായി നിൽക്കണം. സഹോദരങ്ങൾ തന്നെ. അത് സാറ് പഠിപ്പിച്ചിട്ടല്ല. നമുക്കറിയാം ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്ക് എല്ലാ സഹോദരങ്ങളും അറിയാം. അത് സംഘപരിവാറിന്റെ ഉപദേശം വേണ്ടെന്നേ പറഞ്ഞു. മനസ്സിലായില്ലേ? കാര്യമില്ല. ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും